വിമാന മാതൃക നിർമ്മിച്ച പത്തനംതിട്ട സ്വദേശി ബൈജുമോൻ. മക്കൾക്കുണ്ടായ മോശം അനുഭവത്തിനെതിരെയുള്ള മധുര പ്രതികാരമാണ് നിർമ്മാണത്തിലേക്ക് നയിച്ചത്. എയർ പ്രാങ്ക് എന്ന് പേരിട്ടിരിക്കുന്ന വിമാനം കാണാൻ നിരവധി ആളുകളാണ് ബൈജുവിന്റെ വീട്ടിലേക്ക് എത്തുന്നത്. വർഷങ്ങളോളം കപ്പലിൽ ജോലി ചെയ്തിരുന്ന കൂടൽ തൊണ്ടിയത്ത് വീട്ടിൽ ബൈജുമോൻ എബ്രഹാമാണ് വീട്ടുമുറ്റത്ത് വിമാനം നിർമ്മിച്ചിരിക്കുന്നത്. കണ്ടാൽ ഏവരെയും ആകർഷിക്കുന്ന ഒരു വമ്പൻ വിമാനം. മക്കളായ ഗോഡ്സോൺ, ഗോഡ്ലി, പങ്കാളി സുമി എന്നിവരുടെ സഹായത്തോടെയാണ് ബൈജു ഈ വിമാനം നിർമ്മിച്ചത്. ഒരു മധുര പ്രതികാരം കൂടി ഈ വിമാന നിർമ്മാണത്തിന്റെ പുറകിലുണ്ട്. ഞങ്ങളൊരു യൂട്യൂബറെ കാണാൻ പോയൊരു കഥയാണ് ഇതിൻ്റെ പിന്നിലുള്ള ഒരു കഥ. ഞങ്ങൾ യൂട്യൂബറെ കാണാൻ പോയി ആ വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ തിരിച്ചു ഓടേണ്ടി വന്നു. ആ യൂട്യൂബറെ കാണാൻ കഴിയാതെ അവിടെ ഒരു ചേച്ചി ഉണ്ടായിരുന്നു. ആ ചേച്ചിയാണ് പറഞ്ഞത് ഇതുപോലെ യൂട്യൂബറെ കാണാൻ കഴിയത്തില്ല, ബിസിയാണ്, ലൈവിലാണ് എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഞങ്ങൾ തിരിച്ചു പോരുന്ന സമയത്ത് എൻ്റെ കുഞ്ഞുങ്ങൾക്ക് തിരിച്ചു വരാൻ മനസ്സില്ല. വീണ്ടും അവരുടെ വീട്ടിലേക്ക് ചെല്ലണം, ഒന്നുകൂടെ പോയി നമുക്ക് ചോദിക്കാം എന്ന് പറഞ്ഞ് നിർബന്ധിക്കുകയുണ്ടായി. ആ നിർബന്ധം ഒരു കരച്ചിലേക്ക് വന്നു കഴിഞ്ഞപ്പം ഞാൻ പറഞ്ഞു, ഇനി മുതൽ നിങ്ങളുടെ യൂട്യൂബർ ഞാനാണ്. അങ്ങനെയാണ് ഈ ഒരു രംഗത്തേക്ക് വരാനുള്ള കാരണം. യൂട്യൂബറിന്റെ വീട്ടിൽ നിന്നുണ്ടായ ദുരനുഭവം തന്റെ കുഞ്ഞുങ്ങളിൽ സൃഷ്ടിച്ച വിഷമം ഇല്ലാതാക്കാനാണ് ബൈജു വിമാനം നിർമ്മിച്ചതെങ്കിലും കാര്യം അത്ര നിസ്സാരമായിരുന്നില്ല. ഇരുമ്പ് പൈപ്പുകളും സ്റ്റീൽ ഷീറ്റുകളും ചേർത്ത് വെച്ച് നിർമ്മിച്ചിരിക്കുന്ന വിമാനത്തിന്റെ ചെലവ് ഏകദേശം 1 ലക്ഷത്തോളം രൂപയാണ്. 30 അടി നീളത്തിൽ എയർ പ്രാങ്ക് എന്ന പേരിലാണ് വിമാന മാതൃക ബൈജുവും കുടുംബവും വീട്ടുമുറ്റത്ത് തയ്യാറാക്കിയത്. ഈ വിമാനത്തെയും കുടുംബത്തെയും പരിചയപ്പെടാൻ ഒട്ടനവധി ആളുകളാണ് ഇപ്പോഴെത്തുന്നത്. പണമേറെ ചെലവായ കാര്യം ഓർക്കുമ്പോൾ ചെറിയ സങ്കടമുണ്ടെങ്കിലും ബൈജുവിന് കട്ട സപ്പോർട്ടാണ് സുമിയും മക്കളും. ഇല്ല, ഇത്രയൊന്നും പറഞ്ഞിട്ടില്ല. കുറച്ചൊക്കെ അറിയായിരുന്നു, ഇത്രയൊന്നും അറിയത്തില്ലായിരുന്നു. ഇപ്പൊ നല്ല ഹാപ്പിയാ. അതെ, യൂട്യൂബറെ കാണാൻ പോയതിനു ശേഷം യൂട്യൂബറായി മാറിയ ബൈജുവും കുടുംബവും സന്തോഷത്തിലും ആവേശത്തിലുമാണ്. തങ്ങളുടെ യൂട്യൂബ് ചാനലിൽ നിന്നും വരുമാനം ലഭ്യമായി തുടങ്ങിയാൽ അത് പാവപ്പെട്ടവർക്ക് വേണ്ടി ഉപയോഗിക്കണമെന്നാണ് ഈ കുടുംബത്തിന്റെ ആഗ്രഹം. ന്യൂസ് മലയാളം, പത്തനംതിട്ട.